ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫ് രേണുവിന്റെ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ആണ് കേട്ടോ. ദയവ് ചെയ്ത് ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, താല്പര്യമുള്ളവർക്ക് മാത്രം കാണാട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ രേണു ഇതിന്റെ ഒരു ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എനിക്കെതിരെ വരുന്ന കമന്റ്, അതായത് തെറി കമന്റ് ഇടുന്നവരോട് പുള്ളിക്ക് പറയാനുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇങ്ങനെ നഖം കടിച്ചിട്ട് നഖം ഇങ്ങനെ തുപ്പി കാണിക്കുന്നു. അതാണ് അവരുടെ ആ ഒരു വീഡിയോ. ഇതിന് വന്നിരിക്കുന്ന ചില വാല്യുബിൾസ് കമന്റുകൾ ഉണ്ട് കേട്ടോ. എന്റെ പൊന്നോ, കമന്റുകളാണ് ഹൈലൈറ്റ്. അപ്പൊ രേണുവിന്റെ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ തന്നെ ഇതിൽ വന്നിരിക്കുന്ന കമന്റുകളാണ് കേട്ടോ. ഒരു കമന്റ്: എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ കമന്റ് ഇടുന്നത്. നിങ്ങളുടെ വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട്, പക്ഷെ സ്വയം വെറുപ്പിക്കരുത്. സത്യസന്ധമായിട്ടുള്ള കാര്യം. ഇതുവരെ നമ്മൾ ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ നമ്മളെയൊക്കെ എന്താ പറയാ, സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന കുറെ പൈസ കൊടുത്തുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. എങ്കിൽ പോലും അവരുടെ വീഡിയോസിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് അതേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇവരുടെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രവൃത്തി, അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. അപ്പൊ അതിനെതിരായിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അപ്പൊ അതിന് ആ ഒരു കമന്റിന്, എല്ലാ കമന്റിനും, അതായത് ഇവർക്ക് വരുന്ന, അതായത് ഈ രേണുവിന് വരുന്ന എല്ലാ നെഗറ്റീവ് കമന്റിനും കുത്തിയിരുന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പോ അതിനുശേഷം വന്നൊരു നല്ല കമന്റ് കേട്ടോ. സുധിച്ചേനേക്കാളും ഫേമസ് ആയി എത്രയോ കലാകാരന്മാർ മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാർ എല്ലാം ഇങ്ങനെ വീഡിയോ ഇട്ട് വെറുപ്പിക്കുവാണോ എന്ന് ചിന്തിച്ചു നോക്കി. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതി. അത് ഒരു സപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു കമന്റ്. പിന്നെ കൂടുതലും നെഗറ്റീവ് കമന്റാണ് വന്നിരിക്കുന്നത്. കമന്റ് ഇടാൻ നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കരുത്. അതിന് രേണു ഇട്ടിരിക്കുന്ന ഒരു റിപ്ലൈ ആണ്: കമന്റ് ഇടേണ്ട എന്ന് ആര് പറഞ്ഞു? പേടിച്ചു പോയി പല്ലിയെ കണ്ട്. അതായത് ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. നിന്റെ വീട്ടിൽ നിറയെ ഇതാവുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നത്? അതായത് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു, പേടിച്ചു പോയി പല്ലിയെ കൊണ്ട്. അതായത് ഇങ്ങനെ കാണിച്ചപ്പോ ഒരാള് കമന്റ് ഇട്ടിരിക്കുക, അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്: നിന്റെ വീട്ടിൽ നിറയെ ഇതാവുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ? ഈ കുട്ടി ജീവിച്ചു പൊക്കോട്ടെ, 2 കുഞ്ഞുങ്ങളില്ലേ, എന്നും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടി ജീവിക്കാതെ കഷ്ടപ്പെട്ട് അവൾ ജീവിക്കുന്നതാണോ തെറ്റ്? അവൾ സുധിയെ മറന്നല്ല ജീവിക്കുന്നത്, അയാളുടെ ഐഡന്റിറ്റിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതിന് ഒരു നല്ലൊരു കമന്റിന്, എല്ലാ കമന്റിനും മറുപടി ഉണ്ട്. സുധിയുടെ വൈഫ് തന്നെയാണ് രേണു സുധി. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് കമന്റുകൾ, നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇവരിപ്പോ ഇവരുടെ ഭർത്താവ് മരിച്ചു എന്നതിന്റെ പേരിൽ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കണം, അല്ലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അവർക്ക് ജീവിക്കണം, മുന്നോട്ട് ജീവിക്കണം. അവർക്കൊരു ഇനിയൊരു വിവാഹം കഴിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. അതുപോലെ തന്നെ അവർക്ക് അറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അഭിനയമാണ്. അപ്പൊ അവര് നാടകങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ, അതിലൊക്കെ അവർ അഭിനയിക്കുന്നുണ്ട്. അത് അവരുടെ വരുമാനമാണ്. അതിലൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ അവർ ഈ കഴിഞ്ഞ കുറച്ചായിട്ട് ചെയ്യുന്ന ചില റീൽസുകൾ, അതിൽ ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ആ ഒരു റീലായിരുന്നു ആദ്യം ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ആ ഒരു റീലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റീൽസിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്താണ് ഇവർക്ക് വീഡിയോ ചെയ്തത്. പക്ഷെ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഇവർ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട്. അതിന്റെ അടിയിൽ ഇവർ കൊടുത്ത ഒരു ക്യാപ്ഷൻ, അത് ഫോട്ടോഷൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോഷൂട്ട് ആണെന്നുള്ള സത്യസന്ധമായിട്ട് എഴുതി ക്യാപ്ഷൻ ഇടുന്നതിൽ എന്താണ് തെറ്റ്? ഇത് കാണുന്നവരെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ യൂട്യൂബേഴ്സ് പോലും ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ആ ഒരു വീഡിയോ, അതായത് ഇവരുടെ ഈ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടും അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇവരുടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഇവർ ഇട്ടിരിക്കുന്ന ഒരു ക്യാപ്ഷനാണ് മൊത്തത്തിൽ വിവാദമായത്. അപ്പൊ ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ തെറ്റ്? അപ്പൊ അവർക്ക് അത് ചെയ്യുകയും വേണം, എന്നാൽ കാണുന്നവരൊന്ന് തെറ്റിദ്ധരിപ്പിക്കണം. ഇവർ രണ്ടാമത് കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുക. അപ്പൊ ഇതിനെതിരായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരായിട്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആരും സംസാരിച്ചിട്ടില്ല. കാരണം അത് അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇവർക്ക് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ ഇവർക്കൊന്ന് വൈറലാകണം, ഇവർക്കൊന്ന് റീച്ച് ആവണം. ഇവര് റീൽസും കാര്യങ്ങളൊന്നും ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇവര് അഭിനയിക്കുന്നതിലോ ഒന്നും യാതൊരു തെറ്റുമില്ല. അതിനൊക്കെ നമ്മളും സപ്പോർട്ട് തന്നെയാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷെ ഇവർ ഈ ഒരു ചെയ്തൊരു പ്രവൃത്തി, ഒരു കല്യാണ ഫോട്ടോഷൂട്ട്, അത് ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് അങ്ങനെയാണെന്ന് കൊടുക്കാനുള്ളതിന് റീൽസിന്റെ രാജകുമാരിയും
എന്തിന്റെയോ രാജകുമാരനും ഒന്നിക്കുകയാണ്, ഇനി നിങ്ങളുടെ രാജകുമാരി എന്റെ കയ്യിൽ സുരക്ഷിതയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനുമായിട്ടുള്ള ഒരു കൊളാബിലൂടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടുകൂടി ഇവരെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്, സത്യസന്ധമായിട്ട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരിപ്പൊ ആ ഒരു ഇപ്പൊ ഇവർ ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ, ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ, ഇവരൊന്നും ചിന്തിക്കുന്നില്ല. ഇവരെന്ന് പറയുന്ന ഈ ഒരു രേണു എന്ന് പറയുന്ന ഇവര് കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ ഭാര്യയായിട്ടാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്, അല്ലെ? അദ്ദേഹം മരിച്ചു പോയെങ്കിൽ പോലും ആ ഒരു കലാകാരന്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാവർക്കും ആ ഒരു കലാകാരനോട്, സത്യം പറഞ്ഞാൽ കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ മരിച്ചിപ്പൊ ഇത്രയും 1-2 വർഷമായിട്ട് പോലും ആ ഒരു മനുഷ്യനെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ നെഞ്ചിലേറ്റിയിട്ടുണ്ട്, അല്ലെ? ആ ഒരു കലാകാരന്റെ ഒരു നിഷ്കളങ്കതയും അതുപോലെ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ തന്നെയാണ് കൊല്ലം സുധി. അദ്ദേഹം മരിച്ചു എന്ന് പോലും നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോ കൊല്ലം സുധിയുടെ ഭാര്യയോട് ആ ഒരു ഒരു ഇത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അവരോട് സ്നേഹവും അതുപോലെ അവരോട് സഹതാപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സ്നേഹമൊക്കെ അവരായിട്ട് തന്നെ ഇല്ലാതാക്കുകയാണ്. കാരണം അവരുടെ ഈ കുറച്ചായിട്ടുള്ള ചില പ്രവർത്തികൾ എല്ലാം ഞാൻ പറയുന്നില്ല, റീൽസ് ചെയ്യുക അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൽ അതൊക്കെ അവരുടെ വരുമാനമാണ്, അല്ലെങ്കിൽ അതൊക്കെ അവരുടെ ഒരു പ്രൊഫഷനാണ്. അത് അവർക്ക് അറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ അഭിനയവും കാര്യങ്ങളൊക്കെയാണ്. അത് അവർ ചെയ്ത് പൊയ്ക്കോട്ടെ, എല്ലാവർക്കും അതൊരു വരുമാനമാണ്. അവർക്കും അത് ഒരു വരുമാനമാണ്. കാരണം അവർക്ക് 2 മക്കളുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷെ ഇതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ഈ ആൾക്കാരിലേക്കൊരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ട് അതിലൂടെ വൈറലാകുക, അല്ലെ വിവാദം ഉണ്ടാക്കിയിട്ട് വൈറലാകുക. ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഇന്റർവ്യൂ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനലിൽ ഉണ്ടായിരുന്നു. അതിൽ ഇവർ കുറെ കാര്യങ്ങൾ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ കൊല്ലം സുധി മരിച്ച അന്നു മുതൽ ഇന്ന് വരെ ഒരു എത്ര ചാനലുകളിലാണ് ഇവരുടെ ഇന്റർവ്യൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കലാഭവൻ മണി, അദ്ദേഹത്തിന്റെയൊക്കെ ഭാര്യ, അദ്ദേഹമൊക്കെ മരിച്ചതിന് ശേഷം അവരുടെയൊക്കെ ഇന്റർവ്യൂ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും എന്താ പറയാ, ഈ രേണുവിനെ നമ്മൾ എന്താ പറയാ കുറ്റപ്പെടുത്താൻ ശ്രമിക്കല്ല, ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാണ്. ഈ കഴിഞ്ഞ ദിവസം വനിതാ ദിനത്തിന്റെ അന്ന്, അതായത് നമ്മുടെ വുമൺസ് ഡേയുടെ അന്ന്, നമ്മുടെ കലാഭവൻ മണി സാറിന്റെ വൈഫിന്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു. അതിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണുന്നത്. അല്ലാതെ അവരുടെ ഇന്റർവ്യൂസ് ഇതുപോലെ അവരെ ഒരു ചാനലിലും വന്നിരുന്നിട്ട് സ്ഥിരം വന്നിരുന്നിട്ട് ഇവര് മണിച്ചേട്ടന്റെ കാര്യം പറയൂ അല്ലെങ്കിൽ ഇതും പറഞ്ഞ് വന്നിരുന്ന അവര് ഒന്നും പറയാറില്ല. പക്ഷെ കൊല്ലം സുധി മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഈ ഇന്റർവ്യൂ ഏത് ചാനലിലും ഉണ്ട്. ഇവരുടെ ഇന്റർവ്യൂ ഇല്ലാത്ത ഒരു ചാനൽ പോലും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൽ ഉണ്ടായിരുന്നു. എപ്പോഴും ഇന്റർവ്യൂയോട് ഇന്റർവ്യൂ. കാരണം ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഇപ്പൊ ഇവരെ ഒന്ന് വൈറലായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നല്ല ചാനലിന് നല്ല വ്യൂ ആയിരിക്കും, അല്ലെ ഇവരുടെ ഇന്റർവ്യൂ നല്ല റീച്ച് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ തന്നെ ഇവരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്നാലും കഷ്ടം തന്നെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കൊല്ലം സുധിയുടെ ഭാര്യ ചെയ്യുന്ന ഇപ്പോഴുള്ള ചില ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.